ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മളിവിടെ വന്നിരിക്കണേ സയന്റിഫിക് സെന്ററിലെ സാൽമിയ. അപ്പോൾ ചെന്നിട്ട് കാണാം. അപ്പോൾ ഇതായിരുന്നു കേട്ടോ പുറത്തുനിന്നുള്ളൊരു വ്യൂ എന്ന് പറയണത്. നല്ല രസമുണ്ടായിരുന്നു ഈ ലൈറ്റത്ത് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇത് സയൻറ്റിഫിക് സെൻറ്റർ. അപ്പോൾ ഇത് അങ്ങോട്ടുള്ള വഴിയാണ്. ചെന്ന പാടനെ ഇങ്ങനെ ഒരു എൻട്രൻസ് ആണ് കണ്ടത്. അപ്പം അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം. കുറേ സെക്ഷൻ ഉണ്ട് അവർക്ക്. കിഡ്സിൻ്റെ ഗെയിംസ്, മൂവീസ്, ഓരോന്നിനും ഓരോ റേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ നമ്മളവിടുന്ന് സയൻറ്റിഫിക് സെൻറ്റർ അതിൻ്റെ അക്വേറിയത്തിൻ്റെ ടിക്കറ്റാണ് കേട്ടോ എടുത്തത്. അങ്ങനെ ഇതേ ഇവിടെ ഫസ്റ്റ് തന്നെ ഇങ്ങോട്ട് കയറി. ഇതവിടെ കിഡ്സിൻ്റെ ഗെയിംസും അങ്ങനത്തെ കുറേ സെക്ഷനായിരുന്നു. പ്രത്യേകിച്ച് നമുക്കവിടെ ഒന്നും കാണാനുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് അടുത്ത ഇതിലേക്ക് കയറിയപ്പം അവിടെ നല്ല അടിപൊളിയായിരുന്നു. അക്വേറിയത്തിൻ്റെ ഒരു വലിയൊരു സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. ഒത്തിരി ഫിഷും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കയറിയപ്പോൾ തന്നെ നല്ലൊരു വൈബായിരുന്നു അവിടെ. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകൾ കണ്ടിട്ട് വരാം.
ശ്രീയേട്ടനൊരു ഫ്രണ്ടിനെയും കൂടെ നമ്മളവിടുന്ന് കണ്ടിരുന്നു കേട്ടോ. ആൾ നമുക്ക് നല്ല ഫോട്ടോസൊക്കെ എടുത്ത് തന്നു. പിന്നെ അവിടുന്ന് ഓൾമോസ്റ്റ് ഇതേ കണ്ട് ഇറങ്ങാറായി. നമ്മളവിടുന്ന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഇറങ്ങി. ഇതൊരു സീസൈഡും കൂടെ ആയിരുന്നു കേട്ടോ. അവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു. അത് കഴിഞ്ഞ് നേരെ അവിടുന്ന് ഇറങ്ങിയിട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഈ ലൈറ്റത്ത് ഇതൊക്കെ കാണാൻ. ഒരു പ്രത്യേക വൈബും കൂടെ ആയിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ പോയതിനുള്ള കാശ് നമുക്ക് മുതലായിട്ടോ. അപ്പോൾ ഇത്രയും പൈസ കൊടുത്ത് പോകുന്നത് നല്ല അടിപൊളി വൈബ് തന്നെയായിരുന്നു. നേരെ പോയത് നമ്മൾ കാലിക്കറ്റ് ലൈവിലുള്ള സാൽമിയ റെസ്റ്റോറൻറ്റിലേക്കാണ്. അവിടെ എത്തിയതേ അവരുടെ ന്യൂ ഇയർ ഡിന്നർ മെനു കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ നമ്മുടെ വെൽക്കം ഡ്രിങ്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ചേസ് അടിച്ച് കുടിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ടറായിട്ട് ചില്ലി മില്ലി ടിക്കിയാണ് പറഞ്ഞത്. അടിപൊളി സാധനമായിരുന്നു ഈ ഒരു സംഭവം. ചിക്കൻ നല്ല ജ്യൂസി ടൈപ്പുള്ളൊരു ചിക്കനായിരുന്നു. പിന്നെ അതേപോലെ തന്നെ അങ്കമാലി ഫിഷ് കറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാങ്ങിയിട്ടുള്ള ഫിഷ് കറി ആയിരുന്നു. കൂടെ അപ്പം കൂടെ പറഞ്ഞു. അങ്ങനെ ഇതേ ഫിഷിൻ്റെ തലക്കറി ആയിരുന്നു കേട്ടോ ഞാൻ കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇവരുടെ കറി. അല്ലെങ്കിലും ഇവിടുത്തെ എല്ലാ ഫുഡും ഒരുവിധം നല്ലതാണ്. കൂടെ ഒരു കട്ടൻ ചായ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഡിസേർട്ടായിട്ട് നമ്മൾ ഇതേ കേക്ക് വിത്ത് ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ശ്രീയേട്ടന് കുലുക്കി സർബത്ത് വേണമെന്ന് പറഞ്ഞിട്ട് അതും കൂടെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോകുന്നു. വരുന്ന വഴിക്ക് നമ്മൾ ലുലു കയറിയിട്ട് പേസ്ട്രി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവം റെഡ് കളർ അത്ര പോരായിരുന്നു, പക്ഷേ എന്നാലും ഓക്കെ ആയിരുന്നു. അപ്പം അതൊക്കെ കഴിച്ച് ഞങ്ങളങ്ങനെ ന്യൂ ഇയർ ആഘോഷിച്ചു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വർഷം അടിപൊളിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരു ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് വീഡിയോയിൽ കാണാം. ബൈ.